പെരിയാറിൽ ലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതോടെ നിരവധി കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അവരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ദുരന്തമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ യുവ സംരംഭകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അവർ ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ്. എത്ര വർഷമായി ഇത്? ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 4 വർഷമായി. 4 വർഷമായിട്ട് ഇപ്പോൾ ഇതുപോലെ ഹ്യൂജായിട്ട് ബൾക്കായിട്ട് നമുക്ക് പോയേക്കണത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഞങ്ങൾ കൂട്ടത്തിലുള്ള ഒരാൾക്കും ഒന്നും കിട്ടിയിട്ടില്ല. ഇറക്കിയ പൈസ എല്ലാവരും പോയേക്കണം. ഇപ്പം ഞാൻ ഈ കണ്ടീഷനിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പുതിയതായിട്ട് വരുന്ന സംരംഭകർ, പുതിയതായിട്ട് വരുന്ന കർഷകർക്ക് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു, ദൈവത്തോർത്ത് ലോൺ എടുത്തിട്ടും കയ്യിലുള്ള പൈസ കളയാൻ നിൽക്കരുത്. ഇനിയൊരു പുതിയൊരു യുവതലമുറ ഇനി ഇതിനകത്തോട്ട് ഇങ്ങനെ തുറന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഇറങ്ങരുതെന്ന് ഞാൻ പറയുള്ളൂ. പാർട്ട്ണർഷിപ്പായിട്ടാണോ ബിസിനസ് ചെയ്യുന്നത്, ഈ കൃഷി ചെയ്യുന്നത്? ഞാനുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും കൂടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ചെയ്യണത്. നിലവിൽ ലോണുണ്ട്? നിലവിൽ ലോണുണ്ട്. ഇത് ഈ വിൽക്കേണ്ട സമയമായല്ലോ. ഞാൻ നവംബർ സമയത്താണ് വിൽക്കാൻ വെച്ചത്. ഏകദേശം 4 മാസം 5 മാസം പ്രായമുള്ള മീനുകളാണ് പോയേക്കുന്നത്. എത്ര രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്? എനിക്കിപ്പോൾ ഏകദേശം ഇന്നലെ ഞാൻ പറഞ്ഞത് 15 ലക്ഷം രൂപ എന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞ് ഓരോരുത്തരുടെയും കണക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഏകദേശം 30 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള കണക്കാണ് കാണുന്നത്. എന്താണ് നേരത്തെ ജോലി, എന്താണ് പ്രവാസം അങ്ങനെ എന്തെങ്കിലും? അല്ല, ഞാൻ വണ്ടിയിലാണ്, ഡ്രൈവറാണ്. ബസ്സാണ്. കൃഷി ഉണ്ടായിരുന്നു. എൻ്റെ ഒരു 3 ലക്ഷം രൂപയോളം മീനുണ്ടായിരുന്നു. അതെല്ലാം നശിച്ചു പോയി. ചാകാതെ കിട്ടിയ മീനാണ് ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചേക്കുന്നത്. അതായത് 3 ചീനവലയുണ്ട്. ആ ചീനയിൽ 11 തരം മീനുണ്ടായിരുന്നു. ആ മീനുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇത് പൊങ്ങി വന്ന കാരണം ഇതിനെല്ലാം ചാകാതെ കിട്ടി. മറ്റെല്ലാം അടിയിലായിരുന്നു. അങ്ങനെ ആ മീനുകളെല്ലാം നഷ്ടപ്പെട്ടു. വരാപ്പുഴ പാലത്തിനകത്ത് മത്സ്യത്തൊഴിലാളിയാണ്, ചീനവലയാണ്. രാസമാലിന്യം ഒരു 9 മണിയായപ്പോഴാണ് വരാപ്പുഴയിൽ എത്തിയത്, എൻ്റെ പലയുടെ പരിസരത്ത് എത്തിയത്. അതിനുശേഷം പിറ്റേ ദിവസം മുതൽ എൻ്റെ വീട് മരിച്ച വീട് പോലെയാണ്. ഞാൻ അതുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. എനിക്ക് വേറൊരു വരുമാന മാർഗ്ഗമില്ല. എനിക്കൊരു രോഗിയാണ്, കരൾ മാറ്റി വെച്ചേക്കുന്ന ആളാണ്. വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ പറ്റില്ല. എൻ്റെ വീടെന്ന് വെച്ചാൽ എൻ്റെ 3 പെങ്കൊച്ചുങ്ങളും എൻ്റെ ഭാര്യയൊക്കെയുള്ള കുടുംബമാണ്. വേറൊരു നിവൃത്തിയില്ല. എന്ത് ചെയ്യണമെന്നാണ് എൻ്റെ മുമ്പിലുള്ള ചോദ്യം. ഇനി ചാവേറാകണോ എന്ന് വരെ ആലോചിക്കുകയാണ്. അത്ര അവസ്ഥയാണ്. ഇതാണ് കർഷകരുടെ ദുരിതം. 150ഓളം കർഷകരുടെ മത്സ്യങ്ങളാണ് നഷ്ടമായിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ ഉത്തരവാദി ആര് എന്നുള്ളതിൽ ഇപ്പോൾ കൃത്യത വന്നിട്ടില്ല. വിശദമായ പരിശോധനകളും നടത്തേണ്ടതായിട്ടുണ്ട്. അതിനിടയിലാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുൻപിലേക്ക് കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. ക്യാമറമാൻ വിവേക് ജീവനത്തിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV.